ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയാണെങ്കിൽ അലീനയുടെ അടുത്ത് പോയിട്ട് ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട് പറയാണ്, ഈ വൈജയന്തി കൈതയ്ക്കൽ മാളിക വീട്ടിലെ അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും പിറന്നതാടി എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ അലീന നല്ല ചുട്ട മറുപടിയാണ് കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് കൈതയ്ക്കൽ മാളിക വീടിന്റെ പാരമ്പര്യവും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മാഡത്തിന് പറ്റിയോ എന്ന് ചോദിക്കാണ്. ഇത് കേൾക്കുന്ന വൈജയന്തിയുടെ അവസ്ഥ പറയണ്ടല്ലോ, കൂടെ മോളും നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അലീനയോട് ബബിത പോയി ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ റൂമിലേക്ക് എന്തിനാ കൂടെ കൂടെ പോകുന്നതെന്നുള്ള കാര്യം. ഇത് കേൾക്കുന്ന അലീനയ്ക്കാണെങ്കിൽ ആകെ ചൊറിയാണ് കേട്ടോ. അലീന പറയും, നിന്നെ പോലെ കണ്ട അലവലാതി ചെക്കന്മാരെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റുന്നത് പോലെയല്ല ഞാൻ നിന്റെ അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി ആകെ ഷോക്കായി പോവാണ് കേട്ടോ. കാരണം രോഹിത്തെ ഇങ്ങനെ ആയിപ്പോയി, പിന്നെ ബബിതയും കൂടി ഇങ്ങനെയാണോ എന്നുള്ള കാര്യത്തില് ബബിതയുടെ മുഖമാണെങ്കിൽ പറയണ്ട, വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെ ആയിരിക്കും. പിന്നെയും നമ്മുടെ വൈജയന്തി അലീനയെ വിടുന്നില്ല കേട്ടോ. അലീനയുടെ കൂടെ പോയിട്ട് പറയും, എന്നും ബാലേന്ദ്രനെ നിന്റെ പോക്കറ്റിൽ ഇട്ട് നടക്കാന്ന് നീ വിചാരിക്കണ്ടെന്ന് പറയുമ്പോൾ ഒരു പുച്ഛഭാവത്തോടെ നമ്മുടെ അലീന പറയും, മേഡം എന്നോട് ഫൈറ്റ് ചെയ്യണ്ട, മേഡം തോറ്റു പോകുമെന്ന് പറയാണ്. അതിനുശേഷം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ വാഷിംഗ് മെഷീൻ വെച്ച വർക്ക് ഏരിയയുടെ മൂലയിൽ ഞാനൊരു ചൂലൽ വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് വന്നേന്ന് പറയാണ് അലീനയുടെ അടുത്ത്. അലീനയാണെങ്കിൽ ആ പൊടിയൊക്കെ തട്ടിയിട്ട് വരുന്നുണ്ട്. ബാലചന്ദ്രൻ കരുതി കൂട്ടിയിട്ടാണ് കേട്ടോ വൈജയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ആ ചൂരൽ എടുക്കുന്നത് തന്നെ. വൈജ ഇത് കാണുമ്പോൾ തന്നെ ബാക്ക് അടിച്ച് പോവാണ്. അപ്പോൾ അവിടുന്ന് വീഴാനൊക്കെ പോകുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പ്രൊമോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.